ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ബുൾഡോസർ രാജ് തുടരുകയാണ്. ഇത് ഇപ്പോൾ ഉത്തർപ്രദേശിലല്ല, സമീപത്തെ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലാണ്. അവിടെ ഈ ഭൂമാഫിയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ആ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതിൽ ശരിയാണോ അങ്ങനത്തെ നടപടികൾ? ഇത് നമ്മൾ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. കോടതി പറഞ്ഞത് എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞ് ഒരാളെ ഒഴിപ്പിക്കും മുമ്പ് 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. ഇത് ഒഴിപ്പിക്കേണ്ടെന്ന് ഗവൺമെൻറ്റിനോട് കോടതി പറഞ്ഞിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരാണെങ്കിൽ ഈ ബുൾഡോസർ വെച്ച് ഒഴിപ്പിക്കുന്ന ഭൂമിയുടെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ നോട്ടീസുകൾ കൊടുത്തിരുന്നതാണ്. പക്ഷേ അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ്റിലുണ്ടായിരുന്നു. ഇതല്ലെങ്കിൽ ഈ ഭൂമാഫിയകൾ വൻതോതിൽ അവിടെ ഈ ലൈസൻസ് രാജ്യം, അഴിമതി രാജ്യം, ഗുണ്ടാരാജ്യം നടന്നിരുന്നു. ഒന്നുകിൽ ഈ ഗുണ്ടാരാജ് ഉപയോഗിച്ച് അവിടുത്തെ ആൾക്കാർ പോലീസിനെ വരട്ടി ആ നടപടിയിൽ നിന്ന് അവരെ പിൻവലിപ്പിച്ചിരുന്നു, റവന്യൂ വകുപ്പിനെ. കാരണം അവർ പറയുന്നതായിരുന്നു അവിടുത്തെ ഭരണം. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റുകളല്ല അവിടെ ഭരിക്കുന്നത്, ഗുണ്ടകളായിരുന്നു, അഴിമതി മാഫിയകളായിരുന്നു. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ പണ്ടേ തന്നെ റെക്കോർഡ് പ്രകാരം, റവന്യൂ വകുപ്പിൻ്റെ റെക്കോർഡ് പ്രകാരം ഈ ഭൂമികൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും അവർ ആ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള രേഖകൾ ആൾറെഡി അവൈലബിളാണ്. ഇത് 15 ദിവസം മുമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി. പക്ഷേ ഇവിടെ ഗവൺമെൻറ്, സർക്കാർ, ഏത് കക്ഷിയായാലും ശരി, കൊടുത്തിരിക്കുന്നത് 15 വർഷം മുമ്പെയാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോഴും വാലിഡാണ്. അപ്പോൾ ആ ഒരു നടപടി, ആ ഒരു നോട്ടീസ് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഉത്തർപ്രദേശ്. ഇവിടെ നമ്മളിപ്പോൾ അയൽ സംസ്ഥാനമായിട്ടുള്ള, അയലല്ല എങ്കിലും ഒരു ഉത്തരേന്ത്യൻ ഇന്ത്യ ഹൃദയഭൂമിയായിട്ടുള്ള ഹിമാചൽ പ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവം. അവിടെ ഇപ്പം സ്റ്റേക്കിലുള്ളതായിട്ട് 19.5 ഹെക്ടർ ഭൂമി മാത്രമേ ഉള്ളൂ. അത് കുറേ ബിരുദന്മാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ പേരിലങ്ങ് ആധാരം എഴുതി പേരിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ധാമി സർക്കാർ, അതും BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിനെ അനുകരിക്കാൻ ബാധ്യസ്ഥമായി, ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. ഡെറാഡൂണിലാണ് ഈ ഹിമാചൽ ഉത്തരാഖണ്ഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ ഡെറാഡൂൺ. മുസൂറി എന്നൊക്കെ പറയുന്ന IASകാർക്കൊക്കെ പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളും ഒക്കെയുള്ള പ്രദേശം. അവിടുത്തെ ശങ്കർപൂർ ഹുക്കുമാത്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഗ്രാമസ്വരാജ് ഉള്ള പ്രദേശമാണ്. ഗ്രാമസ്വരാജ് ഗ്രാമം എന്നാണ് പറയുന്നത്. അവിടുത്തെ 19.5 ഹെക്ടർ സ്ഥലം അങ്ങ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്ന് പറയുന്നത് ഏറെക്കുറെ ഹിന്ദുക്കൾ മാത്രമുള്ള പ്രദേശം. അപ്പോൾ ഇതെടുക്കുന്നതും അതിനകത്ത് വർഗീയതയൊന്നുമില്ല, എടുക്കുന്നത് ഹിന്ദുക്കൾ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവർ എടുത്ത ഭൂമാഫിയകളുടേതാണ്. അത് തിരിച്ചിങ്ങ് പിടിച്ച് ഗവൺമെൻറ്റിൻ്റെ പേരിലാക്കുക. ഇപ്പോൾ കേരളത്തിൽ നോക്കിയാലും ലക്ഷക്കണക്കിന് ഏക്കർ ഗവൺമെൻറ്റിൻ്റെ ഭൂമി പല വിധത്തിൽ ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വനം പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. വനം മാഫിയകൾ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി അവരുടെ പേരിലാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഹൗസിംഗ് വകുപ്പുണ്ടല്ലോ, ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ഓരോ സ്ഥലത്ത് അവർ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന വസ്തു നാട്ടുകാർ തന്നെ, ഒരു മാഫിയ എന്ന് പറയാനല്ല, നാട്ടുകാർ തന്നെ മണ്ണ്. കേരളത്തിൽ വലിയ രീതിയിൽ ബുൾഡോസറിനെ എതിർക്കുമ്പോഴും പണ്ട് VS അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ VSന്റെ പൂച്ച മൂന്നാറിലെത്തിയിട്ടുണ്ട്. പൂച്ച എത്തിയിരുന്നു. കോട്ടിട്ടില്ലാത്ത ആളും എല്ലാം കൂടി അവിടെ ചെന്നിട്ട് അവർ ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത് ശരിയും വർഷങ്ങൾക്ക് ശേഷം BJP ചെയ്താൽ അത് തെറ്റാണ്. പക്ഷെ ഭൂമാഫിയകളെ പ്രതിരോധിക്കാനുള്ള ശക്തി VSന് പോലും ഇല്ലായിരുന്നു കേരളത്തിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമാഫിയയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഒരു ഘടകകക്ഷിയായിരുന്നു. അവരെല്ലാം കൂടെ ചെറുത്ത് അതിനെ തോൽപ്പിച്ചു. അതുപോലുള്ള എതിർപ്പുകളെ നേരിട്ടും വെല്ലുവിളിച്ചും അവയെ പ്രതിരോധിച്ചും കൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇത് നടപ്പാക്കുന്നത്. വൻതോതിൽ അവിടെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, അതുപോലെ തന്നെ ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ചില ഭൂമാഫിയകളുണ്ട് അവിടെ. ചില ജനാരാധ്യരായിട്ടുള്ള ചില ഗൂണ്ടകളുണ്ട്. ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയൊക്കെ കുഴപ്പം അതാണ്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന വൻകിട അവർ ഒരു തെരഞ്ഞെടുപ്പ് നിന്നാൽ പോലും ജയിച്ചു പോകും. പപ്പു യാദവ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കുറേ അൻസാരി, ഇവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, പക്ഷെ കാണിക്കുന്നത് ശുദ്ധ ഗുണ്ടായുസവും
ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അരാജകത്വം തന്നെയാണ്. പക്ഷേ അവിടുത്തെ രാജാക്കന്മാരെ പോലെയാണ്. അവർ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും, ജനങ്ങൾ പറഞ്ഞാൽ അവർക്കത് ചെയ്തും കൊടുക്കും. ഒരു തരം റോബിൻ ഹുഡ്, കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് അവരെ കൊണ്ട് പ്രയോജനമുള്ളതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നു. തന്നെ ശക്തന്മാരുമാണ്. വൻതോതിലുള്ള ഗുണ്ടകളുടെ എണ്ണം അവരുടെ കൂടെ ഉണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ, എതിർത്ത് കഴിഞ്ഞാൽ കൊന്നു തീർത്ത് കളയും. അവരെ പേടിയാണല്ലോ അവർക്ക്. നമ്മുടെ ഈ കൊള്ള സംഘങ്ങളുണ്ട് ചമ്പൽത്താഴ് വരയിൽ, അതുപോലെയുള്ളൊരു രാജ്യമാണ് അവർ നടത്തിയിരുന്നത്. അതാണ് ഗുണ്ട രാജ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഇല്ലാതായിട്ടുണ്ട്, തകർത്ത് കളഞ്ഞ അതിൻ്റെ നെക്സസ്. യൂത്ത് ഇപ്പം നമ്മളീ പറഞ്ഞ ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനം. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ ബുൾഡോസർ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരായി മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ എന്നൊരു വിമർശനമുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കള്ളക്കടത്ത് നടത്തുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്ക്, പിണറായി വിജയൻ തന്നെയാണല്ലോ ഭരിച്ചിരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഗവൺമെൻറ് അപ്പോൾ വർഗീയമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതിന് മറുപടി പറഞ്ഞാൽ മതി. തെറ്റ് ചെയ്തവർ ഒരു മതവിഭാഗത്തിൽ പെട്ടുപോയത് ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണോ? ഞാൻ കേരള ഗവൺമെൻറ്റിനെ അതിൽ കുറ്റപ്പെടുത്തുകയില്ല. തെറ്റ് ചെയ്ത ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു കേരള ഗവൺമെൻറ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കേരള ഗവൺമെൻറ് മനസ്സിലാക്കാനുള്ള ഉത്തർപ്രദേശിലും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഉത്തരാഖണ്ഡിൽ മുസ്ലിങ്ങളൊന്നുമല്ല, അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ ന്യൂനപക്ഷമാണ്. അവർ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനമാണത്, അല്ലേ? ഏക സിവിൽ കോഡിന് യാതൊരു പ്രതിരോധവുമില്ലാതെ നടപ്പാക്കിയ സംസ്ഥാനം. ഇത് മുസ്ലിങ്ങളൊന്നുമല്ല, ഹിന്ദുക്കൾ. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഹിന്ദുക്കൾ തന്നെയാണ് ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതും. അവരുടെ വസ്തുവാണ് 19.5 ഹെക്ടർ തിരിച്ചു പിടിച്ചത്, ഗവൺമെൻറ്റിലേക്ക് പേരിൽ കൂട്ടിയതും. അത് നല്ല കാര്യമല്ലേ? ഗവൺമെൻറ്റിൻ്റെ ആ സ്വത്ത് അത്രയും വർദ്ധിക്കുന്ന പൊതുജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുക, ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുക. മറിച്ച് നാം പല സമരങ്ങളിലും കണ്ടിട്ടുണ്ട്, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ എന്തെങ്കിലും ഒരു സമരം ചെയ്യുന്നു, പിന്നാലെ അവരുടെ വീട്ടിലേക്ക്, ന്യൂനപക്ഷങ്ങളുടെ വീട്ടിലേക്ക് വലിയ രീതിയിൽ ബുൾഡോസർ ഇടിച്ചു കയറുകയാണ്. അതെ, അത് ശരിയാണ്. പക്ഷേ കുറ്റം ചെയ്തവർ ഇന്ന മതവിഭാഗം അതുകൊണ്ടൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു നീതി നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? കുറേയൊക്കെ നമ്മളത് നടപ്പാക്കുന്നുണ്ട്. ന്യൂനപക്ഷമായതുകൊണ്ട് അവർ കുറ്റക്കാരല്ല എന്നുള്ള മട്ടി നമ്മളങ്ങനെ അവർ ചെയ്യുന്നത് കുറ്റമല്ല എന്ന് നമ്മൾ വരുത്തുന്നുണ്ട്. അതാണല്ലോ നമ്മളിപ്പോൾ TJ ജോസഫിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ തസ്ലീമ നസ്രീന് നേരെ നടന്ന ആക്രമണത്തിലുമൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ മുർഷിദാബാദിലും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണല്ലോ. അവിടെ നേരത്തെ ഒരു ഷെയ്ഖ് ഇരുന്നുകൊണ്ട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു മതവിഭാഗമായതുകൊണ്ട്. അതുകൊണ്ട് അത് ജനാധിപത്യമാണോ? ജനാധിപത്യ വിരുദ്ധമല്ലേ? അതാണോ ശരിയായിട്ടുള്ള നീതി എന്ന് പറയുന്നത്? അതാണോ ശരിയായിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണം? ആ ശരിയായിട്ടുള്ള രീതിയിൽ നടപ്പാക്കുക മാത്രമാണ്. ആരോടും പ്രീതിയോ ഭീതിയോ കൂടാതെ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ. അതേ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഭീതി കൊണ്ടോ പ്രീതി കൊണ്ടോ ഇവിടെ ചെയ്യാതിരിക്കുന്നു. ആ പ്രീതിയോ ഭീതിയോ ഇല്ലാതെ അദ്ദേഹം അത് ചെയ്യുന്നു, യോഗി ആദിത്യനാഥ്. അതുമാത്രമേ ഉള്ളൂ വ്യത്യാസം. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് രാഷ്ട്രീയമാണ്, വർഗീയവുമാണ് ഒരേ സമയം. ഈ ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡും ഗുജറാത്തും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കി കൂടുതൽ കണ്ടുവരുന്നത്. അതൊരു BJPയുടെ നയമാണോ? അവിടെ വാസ്തവത്തിൽ എന്താ, കേരളത്തിലെ പോലെ ഒരു ഭൂപരിഷ്കരണ നിയമമൊന്നും അവിടെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു ജംഗിൾ രാജ അവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ കൈയടക്കിയിട്ടുള്ള കൈബലം കൊണ്ട് മെയ്വഴക്കം കൊണ്ട് നിലനിർത്തിയിരുന്നതും കൈമെടുക്കുകൊണ്ട് കയ്യേറ്റം ചെയ്തതുമായ വസ്തുക്കളാണ് ഇപ്പോൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥ രാജധർമ്മം എന്ന് പറയുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നടക്കാത്തതും അത് തന്നെയാണ്.